ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും ഈസിയുമായ, അതുകൂടാതെ ഫേമസുമായ ഹൈദരാബാദ് മട്ടൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇതുപോലെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ സവാളയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അല്പം വലിയ ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അല്പം വലിയ പാത്രം തന്നെ എടുക്കണം. ഇത് 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം വലിയ പീസായി കട്ട് ചെയ്ത മട്ടനാണിത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ സാജീരകവും ചേർത്തതിലേക്ക് അല്പം ഹോൾ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്തതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത സവാളയിൽ നിന്ന് പകുതി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഓയിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറെ ഓയിലൊന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. കൂടെ അല്പം കസൂരി മേത്തിയും കൂടി ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഇത് ചേർത്താൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. മസാലയൊക്കെ നന്നായി പിടിച്ചു വരട്ടെ. അങ്ങനെ ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. മട്ടൻ ഏകദേശം 1/4 വേവാകുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബസ്മതി റൈസ് വെച്ചാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ 250 ഗ്രാം റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് 1/4 വേവാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ റൈസ് 1/4 വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രൈനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി മട്ടൻ എന്താ എന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മട്ടൻ ഏകദേശം 1/4 വേവായി വന്നിട്ടുണ്ട്. ഇതിപ്പം അല്പം ഗ്രേവിയോടെയുള്ള മസാലയാണിത്. ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ദം ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായി വരും. ഇത് മട്ടനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനിൽ നിന്ന് അല്പം ചേർത്ത് കൊടുക്കാം. കൂടെ അല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കാം. വീണ്ടും മുകളിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയെടുത്തതാണ്. ഇത് കളറിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായി അല്പം മല്ലിയിലയും ഫ്രൈ ചെയ്ത ഒനിയനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലെയർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനിയൊരു ലെയർ കൂടി ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 20 മിനിറ്റ് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. മാഷാഅല്ലാ, റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ബിരിയാണിയാണിത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് തന്നെ അറിയണം. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. Thank you for watching. See you another recipes. Bye.